ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. നമ്മുടെ ഷാനവാസ്, നെവിൻ ഒരു അലിഗേഷൻസ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു മാറ്റർ പല അഭിപ്രായങ്ങളുണ്ട്, രണ്ട് സൈഡിലും പറയുന്നവരുണ്ട്. ഒന്ന്, ഷാനവാസ് റിവെഞ്ച് ഗെയിം നടത്തുന്നതാണ്, ഷാനവാസിന്റെ ഡേർട്ടി ഗെയിമാണ്. മറ്റു സൈഡിൽ നെവിൻ ഒരു ഫ്രോഡാണ്, അല്ലെങ്കിൽ നെവിന്റെ സൈഡിലാണ് തെറ്റ് എന്നൊക്കെ. അപ്പം ഇതിനെപ്പറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസ് ഈ ഒരു സീസൺ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കാര്യം ബിഗ് ബോസിനെ അറിയിച്ചതാണ്. പല ക്യാമറകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോമിനേഷൻസിൽ പോലും ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ആദ്യമായിട്ട് പറയുന്നതോ ഇന്നലെ ഒരു റിവെഞ്ച് എടുക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ഒരു ടോപ്പിക് ഒന്നുമല്ല. പലപ്പോഴായിട്ട് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. അത് നെവിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നെവിനും ഷാനവാസും ഒന്നിച്ചായിരുന്നു കിടന്നിരുന്നത്. നെവിനെ ആ ഒരു ബെഡിൽ നിന്ന് മാറ്റാൻ പോലും ഉണ്ടായ കാരണവും ഇതൊക്കെ തന്നെയാണ്. അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടറിവ് മാത്രമേ നമ്മൾ പ്രേക്ഷകർക്കുള്ളൂ. ലൈവിൽ ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് ഷാനവാസിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷാനവാസിന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അത് മറ്റുള്ള ആർക്കും അതേപറ്റി പറയാൻ പറ്റത്തില്ല. എന്തായാലും അതൊരു ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ മസ്താനി ഇഷ്യൂസിൽ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു റോസ്റ്റിംഗ് മസ്താനിക്ക് നേരിടുകയും ലാലേട്ടൻ തന്നെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തതുമാണ് നമ്മുടെ കണ്ടസ്റ്റൻസിനെ. സോ അത് കഴിഞ്ഞു വരുന്ന ഒരാഴ്ചയിൽ ഒരു ഫേക്ക് അലിഗേഷൻ ഷാനവാസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പേഴ്സണലായിട്ട് പുള്ളി ഫീൽ ചെയ്ത് അല്ലെങ്കിൽ പുള്ളി എക്സ്പീരിയൻസ് ചെയ്ത് പുള്ളിക്ക് നേരിടേണ്ടി വന്നുള്ള ഒരു സംഭവമായിരിക്കാം പുള്ളി പറഞ്ഞത്. ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും എങ്ങനെ എത്രത്തോളം പറ്റിയതായിരുന്നു, ഏത് സിറ്റുവേഷനിൽ പറഞ്ഞു എന്നൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണല്ലോ. എനിവേസ്, ഈ ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പറയാനും ഇതുവരെ എന്തുകൊണ്ട് പറയാതിരുന്നു എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഷാനവാസ് ബിഗ് ബോസിന്റെ സൈഡിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രേക്ഷകരും കണ്ടതാണ്. അതുപോലെ ഒരു അവരുടെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പറയാത്തതിന്റെ കാരണം പേഴ്സണലായിട്ട് നെവിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, പലരും അറിഞ്ഞതൊരു പ്രശ്നമാക്കണ്ട എന്ന് ഷാനവാസ് കരുതി കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതൊരു ആ ഒരു രീതിയിൽ എടുക്കാതെ വളരെ നൈസായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്തത്. എന്നാൽ ഇന്നലെ നടന്ന നെവിൻ ഷാനവാസ് ഇഷ്യൂ, ആ ഒരു കപ്പ് തട്ടിയിട്ട് പൊട്ടിച്ചു. അപ്പം പലരും അത് പറയുന്നുണ്ട്, ഷാനവാസ് കപ്പ് തട്ടിയിട്ട് പൊട്ടിച്ചത് കൊണ്ടും അല്ലെങ്കിൽ നെവിൻ ആയിട്ടുള്ള ഒരു പ്രശ്നവും വഴക്കും ഉണ്ടായത് കൊണ്ടും അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആയി മാറി, അല്ലെങ്കിൽ കപ്പ് പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി പൊട്ടിച്ചു എന്ന് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ആ ഒരു വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ അറിയാം, പ്രേക്ഷകരൊക്കെ ആ ഒരു വീഡിയോയും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈവ് കണ്ടവർക്കൊക്കെ വളരെ വ്യക്തമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ പല യൂട്യൂബ് വീഡിയോസിലും ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും മനസ്സിലാകും. ആ ഒരു കപ്പ് പൊട്ടിച്ചതും ഷാനവാസ് അല്ല. ഷാനവാസ് ആ ഒരു കൈ അങ്ങോട്ട് നീട്ടി ചെല്ലുന്നതേ ഉള്ളൂ. ആ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നെവിൻ കിച്ചണിൽ കയറി മല്ലി എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ആ ഒരു സംഭവം എടുക്കാൻ വേണ്ടി ഷാനവാസ് കൈ നീട്ടി അങ്ങ് ചെല്ലുമ്പോൾ നെവിനാണ് വളരെ ഫോഴ്സിൽ അത് തട്ടി മാറ്റുകയും കപ്പ് താഴെ വീണ് പൊട്ടുകയും ചെയ്യുന്നത്. ഷാനവാസിന്റെ കൈ അവിടെ എത്തിയിട്ട് പോലുമില്ല, ഷാനവാസ് അവിടെ തട്ടിയിട്ടുമില്ല, മുട്ടിയിട്ടുമില്ല. ഇത് ഷാനവാസിന് വ്യക്തമായിട്ട് തന്നെ അറിയാം. ബട്ട് മറ്റു പലരും അതിനെ വേറെ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. നെവിനാണ് ആ ഒരു മാറ്റർ വേറെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിച്ച് ഷാനവാസിന്റെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ തന്നെ അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ സ്വന്തം ഇമേജ് ഡാമേജ് ആകുന്നത് കണ്ടുകൊണ്ട്, പുറത്തേക്ക് തന്റെ ഇമേജ് ഡാമേജ് ആകുമെന്ന് മനസ്സിലാക്കിയ ഷാനവാസ് നിലനിൽപ്പിന് വേണ്ടി തന്റെ ഇമേജ് ഡാമേജ് ആക്കുന്ന ഒരുത്തിനെ പിന്നീട് അവിടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കാര്യവും അല്ലെങ്കിൽ അവന് വേണ്ടി ഒരു മാനുഷിക പരിഗണന കൊടുക്കേണ്ട കാര്യവും ഷാനവാസിനെ സംബന്ധിച്ചില്ല. സോ ആ ഒരു സന്ദർഭത്തിലാണ് ഷാനവാസ് ഈ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സംഭവം ആദില നൂറയ്ക്ക് അറിയാം, അതുപോലെ തന്നെ അഭിലാഷിനും ഒനീലിനും അറിയാം. ബട്ട് അവര് കളമാറ്റി ചവിട്ടി. അതുപോലെ തന്നെ ജിഷിൻ അറിയാം. ഇങ്ങനെ കുറച്ചു പേരുമായിട്ടൊക്കെ ഓൾറെഡി ഷാനവാസ് ഇത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. ബിഗ് ബോസിന്റെ ക്യാമറകളിലും ഇത് പലതവണകളായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ആ ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് ഒരു റിവെഞ്ച് ഗെയിം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡേർട്ടി ഗെയിം ഷാനവാസ് ഇറക്കിയതൊന്നുമല്ല. തന്റെ ഇമേജ് നെവിൻ അവിടെ തകർക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ കുറച്ച് പ്രൊവോക്കഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പ്രൊവോക്കഡ് ആയി തന്നെയാണ് നെവിന്റെ ഇമേജ് വന്നാൽ തകർത്ത് കളഞ്ഞേക്കാം എന്ന് കരുതി ഇതുപോലെയുള്ള ഒരു മാറ്റർ ഷാനവാസ് എടുത്തിട്ടിരിക്കുന്നത്. അത് എത്രത്തോളം അഫക്റ്റ് ചെയ്യുമെന്നൊക്കെ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നത്, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അത് ഷാനവാസിനെ അഫക്റ്റ് ചെയ്യുമോ നെവിനെ അഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ നമുക്ക് വീക്കെൻഡിൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഇത് രണ്ടുപേരുടെ സൈഡിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു കാര്യമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഷാനവാസിനെ സംബന്ധിച്ച് നെവിൻ കാണിക്കുന്നത് ഒരു മോശമായിട്ടുള്ള പ്രവൃത്തിയായി തോന്നിക്കഴിഞ്ഞു. അതിനോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ പേഴ്സണൽ സ്പേസിൽ വേണ്ട, അല്ലെങ്കിൽ ഒരു ബാഡ് ടച്ച് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അയാൾക്ക് ഫീൽ ചെയ്തു, അത് വേണ്ട എന്ന് പറഞ്ഞു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെവിൻ അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. സോ നെവിൻ
പിന്നീട് അത് കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അത് നെവിന്റെ സൈഡിലെ തെറ്റുകൾ തന്നെയാണ്. നെവിൻ പറയുന്നത് പോലെ നെവിന്റെ ഒരു ലവ് ലാംഗ്വേജ് ആണ് നെവിൻ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെയും നമുക്ക് മോശമായി കാണാൻ സാധിക്കുന്നില്ല. നെവിന്റെ ക്യാരക്ടർ അങ്ങനെയാണ്, നെവിൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു മോശമായിട്ട് കാണേണ്ട കാര്യവുമില്ല. ബട്ട് മറ്റൊരു കണ്ടസ്റ്റന്റ് അത് വേണ്ട, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ലവ് ലാംഗ്വേജ് ആണ്, അത് എന്ത് സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സോ അത് രണ്ട് രീതിയിൽ ഒരു ഒത്തുതീർപ്പിൽ അത് ഒതുക്കി വിടുക മാത്രമേ ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉള്ളൂ. അല്ലാണ്ട് ആരെയും നമുക്ക് ഇതിനകത്തൊരു മോശമായി ചിത്രീകരിച്ച് എഴുതി തള്ളാനൊന്നും ഇതിൽ സാധിക്കത്തില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ബട്ട് ഒരിക്കലും ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് ഒരു എന്താ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള അലിഗേഷനോ ഒന്നും അല്ല. കാരണം അത് നടന്ന സംഭവങ്ങളാണ്, ഷാനവാസിന് അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഷാനവാസിന്റെ പെർസ്പെക്റ്റീവിൽ അത് മോശമായി തോന്നിയിട്ടുണ്ടാവുക. ഷാനവാസിന് അത് നോയും പറഞ്ഞിട്ടുണ്ട്, ക്യാമറയിലും പറഞ്ഞിട്ടുണ്ട്. സോ ഷാനവാസിനെ സംബന്ധിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നടന്നിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ നെവിനിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു സീസണിൽ മൊത്തം ഫ്രോഡ് പരിപാടിയായിട്ട് നടക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഷാനവാസിന്റെ അടുത്ത് മാത്രമല്ല മറ്റു പല കണ്ടസ്റ്റൻസിന്റെ അടുത്തും വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്നൊക്കെ നമ്മൾ പ്രേക്ഷകരൊക്കെ കാണുന്നതാണ്. പലരും അതിനെ റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. പുറത്തു പോയിട്ടുള്ള പ്രവീൺ പോലും അത് പറഞ്ഞിട്ടുണ്ട്. സോ ഈ കിച്ചണിൽ കയറി കട്ടെടുക്കുന്ന സാധനങ്ങൾ മുതൽ എല്ലാവരും അത് ആദ്യ സമയങ്ങളിലൊക്കെ ഒരു ഫണ്ണായിട്ട് കണ്ടിരുന്നു. ഇവന്റെ പല പ്രവർത്തികളും അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന പുച്ഛഭാവവും ലാലേട്ടന്റെ എപ്പിസോഡിൽ പോലും വളരെ എന്താ പറയുന്നത് ഒരു റെസ്പോൺസിബിൾ ഇല്ലാതെ, ഒരു റെസ്പെക്ട് ഇല്ലാതെ വളരെ പുച്ഛത്തോടെയുള്ള ഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ എല്ലാവരും കാണുന്നതാണ്. പിന്നെ ഇവന്റെ ഒരു ക്യാരക്ടർ ഇതായതുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ ആ ഇവനൊരു പൊട്ടം കളിച്ച് നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും അത് ആ ഒരു രീതിയിൽ എടുത്ത് ഇവനെ അങ്ങ് എഴുതി തള്ളിയിരിക്കുകയാണ്. അതിവൻ മാക്സിമം മുതലാക്കുകയാണ്. എല്ലാം ഇവന് തോന്നുന്ന പോലെ ആകാം, തോന്നുന്ന പോലെ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാക്കി ഇവനത് എടുത്തിരിക്കുകയാണ് ഈ ഒരു 7ാമത്തെ ആഴ്ചയിലും. സോ അതിന്റെ ഒരു ഫൈനൽ എൻഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ ഒരു ഫൈനൽ എൻഡ് ആയപ്പോഴാണ് ഷാനവാസും പ്രതികരിച്ചിരിക്കുന്നത്. അവനെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഇമേജ് ഡാമേജ് ആക്കുന്ന രീതിയിൽ മറ്റൊരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ നെവിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ ഇമേജും ഡാമേജ് ചെയ്യാൻ പ്രോഗ്ഡായി ഷാനവാസിന്റെ സൈഡിൽ നിന്നും ഉണ്ടായ ഒരു സംഭവം മാത്രമാണിത്. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക. നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ എന്താണ് അഭിപ്രായം? ഈ ഒരു വീഡിയോയും കാര്യങ്ങളും കണ്ടവർ മാത്രം പറയുക, അല്ലാണ്ട് എവിടുന്നെങ്കിലും സോഷ്യൽ മീഡിയ ക്ലിപ്പുകളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പലരുടെ അഭിപ്രായങ്ങളോ കേട്ടിട്ട് പറയരുത്. ഇത് ലൈവ് എപ്പിസോഡിൽ കണ്ടവരും അതുപോലെ തന്നെ ഈ ഷാനവാസ് നെവിൻ ഇഷ്യൂസ് തുടക്കം മുതൽ അറിയാവുന്നവരും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ളവരൊക്കെ ഒന്ന് അഭിപ്രായം പറയുക. നിങ്ങൾ ആരുടെ സൈഡിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആരുടെ സൈഡിലാണ് തെറ്റും ശരിയും എന്നൊക്കെ. എന്താണെന്നുണ്ടെങ്കിലും കുൽസിത് പ്രവർത്തികൾ ഈ ഒരു സീസണിൽ തുടർന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.